ഹേ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണ് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കുറച്ചധികം ന്യൂസുകൾ, അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും UK ബിസിനസ് തുടങ്ങാൻ നിൽക്കുന്നവർ, ബിസിനസ് ചെയ്യുന്നവർ, UK സ്റ്റുഡൻ്റായിട്ട് വന്നിട്ടുള്ളവർ എല്ലാവരും തന്നെ ഈ വീഡിയോ കാണുക. വേറൊന്നും കൊണ്ടല്ല, കഴിഞ്ഞ ദിവസം പുതിയ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അറിഞ്ഞിരിക്കാതെ ഇരിക്കണം, അല്ല അറിയാതിരിക്കണം, രണ്ടുമൂന്നാമതൊന്നും. അപ്പോൾ എന്തായാലും സംഭവം ഈ മാസങ്ങൾ നമുക്കറിയാം. ഈ മാസത്തെ അവസാനമായി ഈ മാർച്ച് ഏപ്രിലിൽ പുതിയ നിയമങ്ങൾ വരാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മളെല്ലാവരും കാതോർത്തുകൊണ്ടിരിക്കുക. അതിന് മുമ്പായിട്ട് ചെറിയ ചെറിയ മാറ്റങ്ങളും ചെറിയ ചെറിയ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസുകളും കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതും മിസ്സാവാതിരിക്കട്ടെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്, നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളും കൂടി അയച്ചു കൊടുത്തേക്ക്. കാരണം അവർക്കും അത് ഉപകാരപ്പെടട്ടെ. കാരണം അവരും ഇവിടെ വർക്ക് ചെയ്യുന്നവരല്ലേ, ഇങ്ങോട്ട് വരാൻ നിൽക്കുന്നവരല്ലേ, എല്ലാവരും അറിയട്ടെ. സോ ഗൈസ്, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിൽ നമ്മുടെ എഡ്കുപ്പറിന്റെ സൈഡിൽ നിന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. ഹോം ഓഫീസിന്റെ പുതിയ ക്രാക്ക് ഡൗൺ മെഷേഴ്സ് ആണ് പുറത്ത് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും മുന്നും പല വീഡിയോക്കകത്ത് പ്രപ്പോസൽ പോലെ വന്നതൊക്കെ ഞാൻ നിങ്ങളുടെ മുന്നിൽ എടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ പലരും കേട്ടിട്ടുണ്ടാവാം. ഓക്കെ, അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ gig economy bosses could face jail time if they fail to check the employees can legally work in the UK. നമ്മൾ എംപ്ലോയേഴ്സ് റൈറ്റ് ടു വർക്ക് ചെക്ക് ചെയ്യാതെ ഒരാളെ വർക്കിന് എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക്, അതായത് എംപ്ലോയേഴ്സ് അഴി എണ്ണേണ്ടി വരും എന്ന് വേണമെങ്കിൽ ചുരുക്കത്തിൽ പറയാം. ഓക്കെ, സോ ഞാൻ മുന്നേ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ബിസിനസ് തുടങ്ങാൻ നിൽക്കുന്നവർക്ക്, ബിസിനസ് ചെയ്യുന്നവർക്ക് ഇതെങ്ങനെ ബാധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്കേ ബാധിക്കും. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇതിനകത്ത് എന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഇമ്പാക്റ്റുകൾ നമുക്കുണ്ടാവും. പറഞ്ഞുതരാം. പിന്നെ ഇത് സ്റ്റുഡൻസിന് എങ്ങനെ ബാധിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് തന്നെ ഇതിനകത്ത് പറയും, ഇല്ലീഗൽ വർക്കിംഗ്. ഓക്കെ, സോ ഇപ്പോൾ ലീഗൽ റൈറ്റ്സ് ഉള്ള ആളുകളാണെങ്കിലും ഇല്ലീഗൽ വർക്കിങ്ങിന് പിടിക്കപ്പെടുകയാണെങ്കിൽ എംപ്ലോയേഴ്സിന് നല്ല ഫൈനും പിഴയും പിന്നെ ജയിൽവാസവും വിധിച്ചിരിക്കുന്നു. പുതിയ നിയമം പ്രഖ്യാപിച്ചിരിക്കുന്നു. നിങ്ങളിത് എങ്ങനെ വിലയിരുത്തുന്നു എന്ന് താഴ്ത്തുനിന്ന് കമൻറ്റ് ചെയ്യുക. ഈ ഒരു നിയമത്തിനെ കുറിച്ച്, ഇതിനകത്ത് ഇമ്പാക്റ്റുകളെ കുറിച്ച് നമുക്ക് പറഞ്ഞുതരാം. തീർച്ചയായിട്ടും ബിസിനസ്സുകൾ റീസെൻ്റ്ലി ഇവിടെ ഒരുപാട് മലയാളികൾ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. നമ്മളും ബിസിനസ് തുടങ്ങുന്നതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ബിസിനസ് തുടങ്ങണം. കാരണം നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജോബ് ഇല്ലെങ്കിൽ നമുക്ക് ജോബ് ക്രിയേറ്റ് ചെയ്യണം. അതിന് പറ്റിയൊരു സ്പേസ് UK അകത്തുണ്ട് എന്നുള്ളത് വളരെ പച്ചയായ യാഥാർത്ഥ്യമാണ്. ആ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ബിസിനസ്സുകളെ പ്രൊമോട്ട് ചെയ്ത് തുടങ്ങിയത്. അതിൽ ഒരുപാട് പുതിയ ബിസിനസ്സുകാർ വന്നിട്ടുണ്ട്. ചെറിയ ചെറിയ ഫുഡ് ട്രക്കുകളാവട്ടെ, ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റ്സ് ആവട്ടെ, ചെറിയ ചെറിയ പല ബിസിനസ്സുകളിലേക്ക് ഇമ്പോർട്ട് എക്സ്പോർട്ട് ബിസിനസ്സുകളും ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ്സുകളും പല പല കൈൻഡ് ഓഫ് ബിസിനസ്സുകൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ലതിനാണ്, നല്ലപോലെ നടക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാവരും പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ നിൽക്കുന്നവർ ഏപ്രിലിന് ശേഷമേ ബിസിനസ് തുടങ്ങാൻ പറ്റൂ. അതിപ്പോൾ ഇനി ഫുഡ് ട്രക്ക് ആവട്ടെ, എന്ത് തന്നെ ആവട്ടെ, ഏപ്രിലിന് ശേഷം തുടങ്ങാം. കാരണം ഏപ്രിലിൽ പുതിയ നിയമങ്ങൾ വരാൻ പോവുകയാണ്. സോ അത് നമുക്ക് തൊട്ടടുത്താണ്, വെറും വീക്സിനകത്ത് നമുക്ക് വരും നിയമങ്ങൾ. അപ്പോൾ അത് അറിഞ്ഞിട്ട് നമ്മൾ തുടങ്ങുന്നതാണ് കുറച്ചും കൂടി സേഫ്. കാരണം ഇനിയിപ്പോൾ സാലറി ത്രെഷോൾഡ് പഴയ പോലെ തന്നെ വീണ്ടും ഉയർത്തുകയാണെങ്കിലോ, എക്സാമ്പിൾ ഇങ്ങനത്തെ ഒരു നിയമമൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ബിസിനസ് എഫക്റ്റ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഒരു പച്ചയായ സത്യം വിളിച്ചു പറയുവാണെങ്കിൽ ഇവിടെ ഒട്ടുമുക്ക റെസ്റ്റോറൻറ്റ്സും ടേക്ക് അവേസും പിന്നെ അതേപോലെ തന്നെ ഈ പറഞ്ഞ ക്ലൗഡ് കിച്ചണുകളും എല്ലാം പ്രവർത്തിക്കുന്നത് സ്റ്റുഡൻസിനെ വെച്ചിട്ടാണ്. അതുമാത്രമല്ല, ഈ പറഞ്ഞ എല്ലാവരും, ഒരുവിധപ്പെട്ടവരെല്ലാം നോർമലി വർക്കിംഗ് ഹവേഴ്സ് പോലും, അതായത് ഇവിടുത്തെ മിനിമം വേജ് പോലും എംപ്ലോയീസ് കൊടുക്കാറില്ല. പച്ചയായ സത്യമാണ്. അതിപ്പോൾ നിങ്ങൾ ഇനി ഇല്ല എന്ന് പറഞ്ഞാൽ പോലും ഇവിടെ അങ്ങനെ ചെയ്യുന്ന അനേകം പേരെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. അങ്ങനെ വർക്ക് ചെയ്യുന്ന പലരെയും നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു നിയമം വരുന്നതിലൂടെ എന്താണ് ഇമ്പാക്റ്റ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, കുറേയധികം ബിസിനസ്സുകൾ, എക്സാമ്പിൾ ഇപ്പോൾ ടേക്ക് അവേസ്, റെസ്റ്റോറൻറ്റ്സ്, പിന്നെ ഈ പറഞ്ഞ പോലെ ക്ലൗഡ് കിച്ചൺസ്, ഇതേപോലെ സ്റ്റുഡൻസിനെ വെച്ചിട്ട് പകുതി പൈസയ്ക്ക്, അതായത് ഗ്രോസറി ഷോപ്പുകൾ, ഓഫ് ലൈസൻസ് ഷോപ്പുകൾ, പിന്നെ അങ്ങനെയുള്ള പല ഷോപ്പുകളും പകുതി പൈസയ്ക്ക് അല്ലെങ്കിൽ 6-7 പൗണ്ടും കൊടുത്ത് ജോലി ചെയ്യിപ്പിക്കുന്നത് തടയിടപ്പെടും. അത് ഈ തടയിട്ടില്ലെങ്കിൽ എന്താ പറയുക, തടയിട്ടില്ലെങ്കിൽ ഇനി അവർ അഴിയെണ്ണപ്പെടും. പഴയ പോലെ നമുക്ക് ഫൈൻ അടച്ച് ഊരാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഫൈൻ മാത്രമല്ല, ഇപ്പോൾ 60,000 പൗണ്ട് ഫൈനും പ്ലസ് ജയിൽവാസവും പിന്നെ അതിനൊപ്പം തന്നെ
എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു ബിസിനസ് തുടങ്ങാതിരിക്കാൻ ബാൻ ചെയ്യും, അതായത് അവരെ ബാൻ ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ സോ ഗൈസ് പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ കുറേ ബിസിനസ്സുകൾ ഇപ്പോൾ റീസെൻ്റ്ലി തന്നെ ഇപ്പോൾ പി ആർ ഇവിടെ നുഴഞ്ഞു കയറി വന്നവർക്ക്, ഇല്ലീഗലായിട്ട് വന്നവർക്ക് ഇവിടെ പി ആറും സിറ്റിസൺഷിപ്പും ഇല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് ഒന്നും കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ കുറേയധികം ഷോപ്പുകൾ വിൽപ്പനയ്ക്ക് വന്നു എന്നുള്ള നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളുമായിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് കമ്പനിക്കാർ നമ്മുടെ അടുത്ത് പറഞ്ഞു, ഈ ഏരിയയിൽ കുറേ ഷോപ്പുകൾ വരുന്നുണ്ട്, കാരണം അവർക്ക് സിറ്റിസൺഷിപ്പ് കിട്ടില്ല എന്നറിഞ്ഞപ്പോൾ പലരും ഷോപ്പ് സെയിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി ഇങ്ങനൊരു നിയമം വന്നത് കർശനമാക്കി എല്ലാവരുടെയും ചെക്കിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ കുളിച്ചും പാത്തും ഇവരെ വെച്ച് പണിയെടുപ്പിക്കുന്നത് പറ്റില്ല. അതിനൊപ്പം തന്നെ പുതിയ ഈ പറഞ്ഞ നിയമങ്ങൾ നമ്മുടെ എൻഫോഴ്സ്മെന്റ് ഓഫീസേഴ്സിന് ക്യാമറ സഹിതം ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ വേരിഫിക്കേഷൻ, അതായത് റൈറ്റ് ടു ചെക്ക് വേരിഫിക്കേഷൻ, അത് നോക്കുന്നതിനായിട്ട് പുതിയ ടെക്നോളജിയും ഉൾപ്പെടുത്തുന്നു. അപ്പോൾ എല്ലാ ഷോപ്പുകളിലേക്കും ഒരു പക്ഷേ ആ ടെക്നോളജി വന്നേക്കാം. ഒരാൾ എൻട്രി ചെയ്യുന്നതും എക്സിറ്റ് ചെയ്യുന്നതും അവർ ക്രോസ് ചെക്ക് ചെയ്തേക്കാം എന്നും. അത് നവംബറിലാണ് ആ ടെക്നോളജി നിലവിൽ വരുന്നത്. എന്നാൽ മെയ് തൊട്ട് തന്നെ എൻഫോഴ്സ്മെന്റിന്റെ ഈ നിയമങ്ങൾ നിലവിൽ വരും. മറ്റൊന്ന് എന്താണെന്ന് വെച്ചാൽ ഡെലിവറി ഒരുപാട് മറ്റേ എന്താ പറയുക, ഊബർ ഡെലിവറി ചെയ്യുന്നവരുണ്ട്, അതുപോലെ തന്നെ ഡെലിവറിയിൽ ഡെലിവറി ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ പല ഡെലിവറി ജോബ് ചെയ്യുന്നവരെയും ഓടിച്ചിട്ട് പിടിക്കുവാണ്. പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഓടിച്ചിട്ട് പിടിക്കും. കാരണം ഇതിനകത്ത് ഒരുപാട് എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ട്. കാരണം പല ഡെലിവറോ അക്കൗണ്ടുകൾ വെച്ചിട്ടും അവരല്ല, ചിലപ്പോൾ അവർ വേറെ ആൾക്കാർക്ക് സെയിൽ ചെയ്തതായിരിക്കും, അതും വെച്ചിട്ട് ഒരു റൈറ്റ്സ് ഇല്ലാത്ത ആൾക്കാർ പോലും ഇവിടെ ഡെലിവറി ജോബ് ചെയ്ത് ജീവിക്കുന്നവരുണ്ട്. അത് അവരുടെ കഷ്ടപ്പാട് കാര്യങ്ങളും ഒക്കെ. പക്ഷേ അതിനെ തടയിടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ആ കമ്പനികളടക്കം പുതിയ സെക്യൂരിറ്റി ചെക്കുകളും വെരിഫിക്കേഷനും ഈ റൈറ്റ് ടു വർക്ക് ചെക്കുകളും അവരുടെ ആപ്പുകളിൽ തന്നെ വരുന്നു എന്നുള്ള നിയമമാണ്. അപ്പോൾ ആകെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിയമങ്ങൾ നമ്മളെ ഒരു വട്ടം വരച്ച് അതിനകത്തുകൊണ്ട് നിർത്തിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇതിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ ന്യൂസുകളൊക്കെ കണ്ട അനുസരിച്ചിട്ട് ലേബർ പാർട്ടി കൊണ്ടുവരുന്നത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമമായിരിക്കും. കൺസർവേറ്റീവ് പാർട്ടി എഴുതി വെച്ചിട്ടുള്ള മെയിൻ ഹെഡ്ലൈൻസുകളെല്ലാം മാറ്റപ്പെടും എന്നും എഡ് കൂപ്പർ പറയുന്നുണ്ട്. ഓക്കെ, ഈ നിയമങ്ങളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ ന്യൂസുകളായിട്ട് വന്നിട്ടുണ്ട്, അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ വലിയ രീതിയിലുള്ള ഒരു ക്രാക്ക് ഡൗൺ ഇവിടെ ഉണ്ടാവും എന്ന് തന്നെയാണ് പറയുന്നത്. ഇതെങ്ങനെ ഇനി സ്റ്റുഡൻസിനെ എഫക്റ്റ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരുപാട് വീഡിയോസ് കണ്ട് പല ഏജൻസികളുടെ തള്ളു കേട്ട് ഇല്ലെങ്കിൽ പല ഇൻഫ്ലുവൻസേഴ്സിന്റെ തള്ളു കേട്ട് UK സ്റ്റുഡന്റ് വിസയിൽ വന്നാൽ നിങ്ങൾക്ക് 2 ലക്ഷവും 3 ലക്ഷവും സമ്പാദിക്കാം എന്ന് പറഞ്ഞ് ഒതുക്കത്തിൽ തള്ളുന്നവരും ഇവരെല്ലാവരും അതൊക്കെ കേട്ട് UK കയറി വരുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ 2 ലക്ഷവും 3 ലക്ഷമൊക്കെ നിങ്ങൾ ഈ പറഞ്ഞ സ്റ്റുഡന്റ് വിസ പീരീഡിനകത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് ഈ ക്യാഷ് ഇൻ ഹാൻഡ് ജോബിന്റെ പുറമെ മറ്റും പലതും ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയൊക്കെ ചെയ്യുന്നവർ പിടിക്കപ്പെടും. വെറും 20 hours ചെയ്ത് പോകുന്നവർക്ക് ഒരു തരത്തിലുള്ള പ്രശ്നം ഉണ്ടാവില്ല. അതുമല്ലാതെ പല റെസ്റ്റോറൻറ്റ്സുകളിലും ടേക്ക് അവേകളിലും ഈ പറഞ്ഞ കുറഞ്ഞ ചെലവിൽ നിങ്ങൾ പണിയെടുക്കുന്നുണ്ടെങ്കിൽ അത് ആ റെസ്റ്റോറൻറ്റിനും ബുദ്ധിമുട്ടാണ്, ടേക്ക് അവേസിനും ബുദ്ധിമുട്ടാണ്, എവിടെ വർക്ക് ചെയ്യുന്ന അവിടെയൊക്കെ അവർക്ക് ബുദ്ധിമുട്ടാണ്, പ്ലസ് നിങ്ങൾക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നാണ് അറിയുന്നത്, ഇല്ലെങ്കിൽ ന്യൂസിൽ പറയുന്നത്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞതായിട്ടൊന്നും ആരും പറയല്ലേ, ഇതെല്ലാം ന്യൂസിൽ കഴിഞ്ഞ ദിവസം അനൗൺസ് ചെയ്തിട്ടുള്ള ഹോം ഓഫീസ് അനൗൺസ് ചെയ്തിട്ടുള്ള ക്രാക്ക് ഡൗൺ ആണ്. മറ്റു രസകരമായിട്ടുള്ളൊരു കാര്യം പറയട്ടെ, UK സ്റ്റുഡന്റ് വിസയിൽ വന്നവരും അതുപോലെ തന്നെ വർക്ക് വിസയിൽ വന്നവരും പലരും നുഴഞ്ഞു കയറി വന്നവരും ഇല്ലീഗലായി വന്നവരും വിസിറ്റിംഗ് വിസയിൽ വന്നവരും ഇവിടെ വന്നിട്ട് നേരെ ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവർ അസൈലം അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അത് വേറെ ഓപ്ഷൻ ഇല്ല, ഞാൻ അവരെ കുറ്റം പറയുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന് നമുക്ക് ഇന്ത്യക്കാർക്ക് അസൈലം ഇല്ല. പക്ഷേ ചില ഏജൻസിൻ്റെയും സോളിസിറ്റേഴ്സിൻ്റെയൊക്കെ വാക്ക് കേട്ടിട്ട് പലരും അസൈലം പോയി അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഹോം ഓഫീസ് അനൗൺസ് ചെയ്ത റിപ്പോർട്ട് അനുസരിച്ച് 16,000-ഓളം സ്റ്റുഡൻസ് ഓൾറെഡി അസൈലം അപ്ലൈ ചെയ്തു എന്നാണ് അറിയുന്നത്. വർക്ക് വിസയിൽ വന്ന ഏകദേശം 10,000-ന് മേലെ ആളുകൾ അവരുടെ വർക്ക് വിസ കഴിഞ്ഞിട്ടായിരിക്കാം ഒരു പക്ഷേ അസൈലം അപ്ലൈ ചെയ്ത് അറിഞ്ഞൂടാ. പക്ഷേ ഹോം ഓഫീസിൻ്റെ വെബ്സൈറ്റിനകത്ത് വളരെ വ്യക്തമായിട്ട് തന്നെ ആ ഒരു കണക്കുകൾ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നോർമലി വിസയിൽ വന്ന് അസൈലം അപ്ലൈ ചെയ്ത ആളുകളുടെ കണക്കുകൾ, എല്ലാ കണക്കുകളും ഹോം ഓഫീസിൻ്റെ കയ്യിലുണ്ട്. ഒന്നും തെറ്റും കാര്യങ്ങളൊന്നുമല്ല, എല്ലാം അക്യുറേറ്റ് ആയിട്ടുള്ള കണക്കുകളാണ് ഹോം ഓഫീസ് ഇടുന്നത്. അതിനൊപ്പം തന്നെ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം പല രീതിയിലുള്ള എംപ്ലോയബിലിറ്റി ചെക്കുകൾ വർദ്ധിപ്പിക്കുകയും അതുമാത്രമല്ല റെയ്ഡുകൾ പല സ്ഥലങ്ങളിൽ വൻ തോതിൽ വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ ഞങ്ങളെ
പറഞ്ഞു തരുമ്പോൾ ഇതൊക്കെ ഞാൻ ഈ ന്യൂസുകളും കാര്യങ്ങളും എത്തിച്ചേരുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവെയർ ആയിരിക്കാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ ഇവിടെ നടക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്ത് പറയാതിരുന്നു കഴിഞ്ഞാൽ ഇത് നെഗറ്റീവാണെന്ന് ചിന്തിക്കുന്നവർ തീർച്ചയായിട്ടും ഒന്നും കൂടി വിചാരിക്കുക, അറിയാതെ ചെന്ന് പോയി കുരുക്കിൽ പോയി പെട്ട് നാട്ടിലോട്ടുള്ള ടിക്കറ്റ് ചിലപ്പോൾ ഫ്രീ ആയിട്ട് ഹോം ഓഫീസ് തരും. ഓക്കെ, അത് കുറേ ആൾക്കാർക്ക് അത് ഈ ഒരു ഇൻഫർമേഷൻസ് വളരെ ഉപകാരമുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. സോ ഗൈസ്, കഴിഞ്ഞ ദിവസം അപ്ഡേറ്റുകൾ വന്നു. ഈ ആഴ്ച മൊത്തം ഇനി അപ്ഡേറ്റുകളുടെ മേളമായിരിക്കും. കാരണം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഏപ്രിൽ അടുത്തിരിക്കുന്നു, വെറും ദിവസങ്ങൾ മാത്രമാണ്. സോ ഇങ്ങനെയുള്ള അപ്ഡേറ്റ്സ് മിസ്സാവാതിരിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്, നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ എനേബിൾ ചെയ്തേക്ക്, ഷെയർ ചെയ്തേക്ക്. കാണാം, ബൈ.